ഹരി, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മൾ ഇന്ന് രാവിലെ ബ്രസീലിന്റെ മത്സരത്തിൽ കണ്ടു ബൗദി എന്ന് പറഞ്ഞൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ പ്രകടനം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ജർമ്മനിക്കായി നെമേച്ചയുടെ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തെ നമ്മൾ ആദ്യ ലെവലിൽ പ്രതീക്ഷിച്ചതുമില്ല. പക്ഷേ അദ്ദേഹം വന്നൊരു ഗംഭീര പ്രകടനം ജർമ്മനിക്കായിട്ട് പുറത്തെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുർസാവോയ്ക്കും ഇന്ന് തിളങ്ങിയിരിക്കുന്നത് കൊമനൻസിയ എന്ന് പറയുന്ന താരമാണ്. രണ്ടുപേരും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സാണ്. അപ്പോൾ ഈ ലോകകപ്പിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ ഒരു ആധിപത്യം കാണാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ തുടക്കത്തിൽ ഒരു മത്സരങ്ങൾ എടുക്കുമ്പോൾ? നമ്മൾ ആദ്യം ജർമ്മനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നാഗ്ൽസ്മാന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് സെൻട്രൽ പിച്ചിന്റെ സെൻട്രൽ ഏരിയ ഓവർലോഡ് ചെയ്തിട്ട് എന്നിട്ട് ഗോളുകൾ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നെമേച്ച ആയിരുന്നു ഈ ഒരു മാച്ചിൽ മുസിയാലയും വിറ്റ്സും സാനയും അടങ്ങിയ ആ ഒരു മിഡ്ഫീൽഡിൽ നെമേച്ചയ്ക്കായിരുന്നു അവിടെ സ്പേസ് ലഭിച്ചിരുന്നത്. അപ്പോൾ നെമേച്ച സ്പേസ് ലഭിക്കുന്നു, ആ സ്പേസ് ഭംഗിയായി നെമേച്ച യൂട്ടിലൈസ് ചെയ്യുന്നു, ആ ഗോൾ സ്കോർ ചെയ്യുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ ബൗദിയെ കണ്ടു. അപ്പോൾ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മാച്ചിലും ജർമ്മനി ഒരു ഗോൾ കണ്ടെത്തിയത്. പിന്നെ കൊമനൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. കൗണ്ടർ അറ്റാക്കിൽ ഇവർക്കൊരു ചാൻസ് ലഭിക്കുന്നു. ആരാണ് ആ ഒരു ഫ്രീ ചാൻസ് കൊമനൻസിയെ അടിച്ച് കയറ്റുകയാണ് ഉണ്ടായി. അപ്പോൾ യെസ്, നമുക്ക് പറയാം നെമേച്ചയുടെ പെർഫോമൻസ് ഇതൊരു പെനാൽറ്റി നേടിക്കൊടുത്തു, അതുപോലെ തന്നെ ഒരു ഗോളും സ്കോർ ചെയ്തു. അപ്പോൾ നെമേച്ചയുടെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ മത്സരത്തിൽ. യെസ്, നെമേച്ചയുടെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയണം. ഒപ്പം ജർമ്മനി ഈ ഗ്രൂപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കൂടണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇറങ്ങുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ 2 ലോകകപ്പിലും അവർക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആദ്യ ലക്ഷ്യം അത് തന്നെയായിരിക്കും. ഇപ്പം കുർസാവോയെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു വിജയം തന്നെയാണ് കേട്ടോ, ഒരു ഗോൾ നേടുക എന്ന് പറയുന്നത്.